ഇപ്പൊ ഞാൻ വണ്ടി സ്പീഡ് കുറച്ചാ പോകുന്നത്, ഇങ്ങനെ ചവിട്ടുവാണ്, അങ്ങനെ ചവിട്ടുവാണെങ്കിൽ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് 0 to 100 വരാനായിട്ട് 4.6 സെക്കൻഡ്സ് മതി. അതായത് കുട്ടികൾക്കൊക്കെ കളിക്കണമെങ്കിൽ ഇവിടെ ഒരു ഗെയിം ഉണ്ട്. ഗെയിം ഇട്ട് കഴിഞ്ഞാല് ഈ സ്റ്റിയറിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗെയിം പ്ലേ ചെയ്യാം. പിന്നെ അതെ, വീഡിയോ എടുത്തൊക്കെ പോകുന്ന ആൾക്കാര് ടെസ്ല ഗൈസ് ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് ടെസ്ലയില് കണ്ടിട്ടുണ്ട്. നമുക്ക് 2 തവണ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോ പൈലറ്റിലേക്ക് പോകും. ഇപ്പൊ ഞാൻ സ്റ്റിയറിംഗ് മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. എനിക്ക് മുന്നിൽ ഒരു വണ്ടി പോവാന്ന് വെച്ചാൽ, അപ്പൊ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേന് നമ്മള് വണ്ടി ചവിട്ടി നിർത്തി, ഞാൻ ചവിട്ടിയതല്ല, ഓ ഇത് വണ്ടി തന്നെ വണ്ടി തന്നെ ആയതാണ്. നമ്മളുടെ ഈ കാറ് 0 to 80% ചാർജ് ആകാൻ വെറും 20 മിനിറ്റ് മതി. സീരിയസ്ലി ഇവിടെ ഫോൺ തന്നെ ചാർജ് ആവില്ല അത്ര ഫാസ്റ്റില്. അതിൽ നമുക്ക് പോകാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് 550 കിലോമീറ്റർ ആണ് വണ്ടിയുടെ കമ്പനി പറയുന്നത്. നമ്മൾ പാർക്കിംഗ് ഇട്ടിരിക്കുമ്പോ റൊമാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോ തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് കപ്പിൾസ് ഒക്കെ ചെന്ന് ഈ കോസി മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ സീറ്റൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട്, ഇപ്പൊ ഈ ഫയർ കാണിക്കുന്നുണ്ട്, ഇതിന്റെ സൗണ്ട് വരെ നമുക്ക് കേൾക്കാം. ചില ആളുകൾ ഇതിനകത്ത് ഉറക്കം തൂങ്ങി ഇങ്ങനെ കൂളായിട്ടിരിക്കും, തോന്നാൻ ഭയങ്കരമായിട്ട് ഉറങ്ങുന്നു. സീറ്റ് ഫുള്ള് ചൂടാക്കും. നമ്മളെ സാന്റ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്ട് ക്രിസ്മസ് പാപ്പയായി. ആ പോകുന്ന മാൻകുഞ്ഞുങ്ങളെല്ലാം കാറുകളാണ്. ഓ പൊളി. ഹായ് ഗൈസ്, സോ വെൽക്കം ടു ABCD. യെസ്, അപ്പൊ നമ്മുടെ ഈ എപ്പിസോഡില് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റാത്ത ഒരു വണ്ടീനെ പറ്റി റിവ്യൂ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ഹായ് ചേട്ടാ സജിത്. ഓക്കെ, സജിത് ഏട്ടനാണ്. സോ നിങ്ങൾ വിചാരിക്കണം ഏത് വണ്ടിയാന്ന്? യെസ്, ഇറ്റ്സ് ടെസ്ല ഗൈസ്, ഇറ്റ്സ് ടെസ്ല. ഇന്ത്യയിൽ ആക്ച്വലി ഈ വണ്ടി നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഈ ഫോറിനിൽ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് ടെസ്ല എടുക്കാനുള്ള ഒരു പ്രചോദനം ചേട്ടന്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു EV ആണ്. പിന്നെ ടെക്നോളജി വൈസില് ഇത് ഒരു ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന കാറാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ ഓട്ടോണോമസ് വെഹിക്കിളില് നമുക്ക് കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു കാറാണ് ടെസ്ല. ഓക്കെ, എനിക്ക് കുറെ കാര്യങ്ങൾ ആക്ച്വലി ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിനി വണ്ടിയുടെ അകത്ത് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഇത് നമ്മൾ സാധാ പോലെ ഒന്നും തുറക്കാൻ പറ്റില്ല. ഇത് ആദ്യം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതാക്കണം, അപ്പൊ ഇത് തുറക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് തുറക്കേണ്ടത്. ഇതിക്ക് ഇപ്പൊ ഈ ചടം അടുപ്പിച്ചൊന്നാണ്. ചേട്ടാ, നമ്മള് ഇന്ത്യയിൽ ടെസ്ല എന്ന് പറയുമ്പോൾ കുറേ കൺസേൺസ് ഉണ്ട്.